എന്നുയിരേ കാളരികിൽ നീ എന്നും എന്നും വേണം. എൻ്റെ ചങ്കാണി, എൻ്റെ ഉയിരാണി, എൻ്റെ അഴകാണി, അമൃതാണി യേശു. ഒരിക്കൽ കൂടി ചേർന്ന് എൻ്റെ ചങ്കാണി, എൻ്റെ ഉയിരാണി, എൻ്റെ അഴകാണി, അമൃതാണി യേശു. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നവരും ചെയ്ത യേശുവിൻ്റെ വലിയ വാഗ്ദത്തം നമ്മുടെ കൂടെയുണ്ട്. പ്രിയ പിതാവ് നമ്മെ വിട്ട് കടന്നു പോയാലും നിത്യതയുടെ തുറമുഖത്ത് പ്രിയ പിതാവിനെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് കാണാം എന്നുള്ള ശുഭകരമായ പ്രത്യാശ. പ്രിയ കർത്താവിൻ്റെ ദാസന്റെ വാക്കുകൾ എന്നെ വളരെയധികം ചിന്തിപ്പിക്കാനിടയായി തീർന്നു. മാന്യനായ ഒരു കർത്താവിൻ്റെ ദാസൻ ഡേവിഡ് പാസ്റ്റർ, അദ്ദേഹത്തിന് 2 ആൺമക്കളെ കർത്താവിന് വേലയ്ക്ക് വേണ്ടി കൊടുത്തിട്ടാണ് അദ്ദേഹം പോയത്. സ്തോത്രം. അപ്പോൾ ഞാനിവിടെ ചിന്തിക്കുകയായിരുന്നു, എൻ്റെ പിതാവിനും മാതാവിനും ഞങ്ങൾ 4 ആൺമക്കളാണ്. സ്തോത്രം. 4 പേര് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ 2 പേര്, എൻ്റെ നേരെ ഇളയ അനിയൻ, എൻ്റെ പിതാവ്, ഞങ്ങൾ 3 പേരും പൂർണ്ണസമയം കർത്താവിന് വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പത്താനപരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മെതേൽ ഗോസ്പൽ അസംബ്ലി എന്ന് പറയുന്ന സഭയുടെ ശുശ്രൂഷകരാണ് ഞങ്ങൾ. എൻ്റെ ഇളയ സഹോദരന്മാർ, അവർക്ക് ജോലിയുള്ള ബന്ധത്തിലും പൂർണ്ണമായ സുവിശേഷ വേലയുടെ ഭാഗമായി അവർ നിലകൊള്ളുന്നു. ചെറുപ്രായത്തിൽ മാരകമായ അസുഖങ്ങൾ പിടിപെട്ട് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമെന്ന് പറഞ്ഞ ഡോക്ടേഴ്സ് വിധി എഴുതിയ സ്ഥാനത്ത് കർത്താവ് നൽകിയ സൗഖ്യമാണ് ഞങ്ങളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങളെ സമർപ്പിക്കുവാൻ തക്കവണ്ണം എന്നെയും എൻ്റെ മാതാപിതാക്കളെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ഞാൻ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ, കർത്താവിനെ സ്തുതിക്കുമ്പോൾ, ഇന്ന് രാത്രി നമ്മൾ മറന്നു പോകാതിരിക്കുന്ന കാര്യമുണ്ട്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചവരാരും ഇന്ന് ആരും ലജ്ജിതരായി തീർന്നിട്ടില്ല, ആരും തലകുലിക്കപ്പെടേണ്ടി വന്നിട്ടില്ല. ഭൗതികമായ അധ്വാന മേഖലകളെക്കാൾ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെക്കാൾ ഉപരിയായിട്ടുള്ള അനവധി നേട്ടങ്ങളുടെ വലിയൊരു പട്ടിക നമുക്ക് നിരത്തുവാൻ കർത്താവിന്റെ വേലക്കാർക്ക് കഴിയും. ഈ കർത്താവിനെ ആരാധിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകി തന്നിരിക്കുന്ന ഭയനീയമായ ഭാഗ്യം അത് എത്ര ശ്രേഷ്ഠകരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിൻ്റെ വാക്കുകളെ ഞാൻ പരിമിതപ്പെടുത്തുകയാണ്. അത്യാവശ്യമായി കടന്നു പോകുന്നതുകൊണ്ട് എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്തി. ഇതെൻ്റെ മോനാണ്, അവൻ ബിടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഭാര്യ ഭൂട്ടാനിൽ ഒരു ജോലിയുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഞങ്ങൾ 2 പേര് മാത്രമേ ഭവനത്തിലുള്ളൂ. ചില കാര്യങ്ങളൊക്കെ ക്രമീകരിക്കേണ്ടത് കൊണ്ടാണ് കടന്നു പോകേണ്ടിയിരിക്കുന്നത്. ശാരീരികമായി കുറേ ദിവസങ്ങളായി, ഏകദേശം 9 മാസത്തോളമായി ശാരീരികമായി വളരെയധികം ക്ലേശങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 17 വർഷമായി ഷുഗർ ബാധിച്ചിട്ട് കഴിഞ്ഞ വർഷം ഡിസംബർ ആയപ്പോൾ എൻ്റെ കാലിൽ ഒരു ഡയബറ്റിക് അൾസർ വന്നു. 8 മാസക്കാലമായി അതിന് ചികിത്സയുള്ള ബന്ധത്തിലാണ്. നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ലെങ്കിലും കർത്താവിന് വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന് വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട അന്നാൾ മുന്നവരെ വിധങ്ങളായ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്ന വേളകളിലും കർത്താവ് കൈവിടാതെ ഞങ്ങളെ പരിപാലിക്കുന്ന. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവത്തെ പോലെ സേവിപ്പാൻ, ഈ ദൈവത്തെ പോലെ ആരാധിപ്പാൻ വേറെ ദൈവമുണ്ട്. സ്തോത്രം. യേശുവാണ് നമ്മുടെ ചങ്ക്, യേശുവാണ് നമ്മുടെ അഴക്, യേശുവാണ് നമ്മുടെ ഉയിര്, യേശുവാണ് നമ്മുടെ അമൃത്. പാട്ടുകാരൻ പാടിയ പോലെ രാവിലും പകലിലും അവനെ മാത്രമേ നമുക്ക് ആരാധിക്കാനുള്ളൂ, രാവിലും പകലും അവനെ മാത്രമേ നമുക്ക് വിളിക്കാനുള്ളൂ. അതുകൊണ്ട് ഈ ദൈവത്തെ പിൻപറ്റുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ശ്രേഷ്ഠകരമായ ഈ നല്ല പദവികൾക്കായിട്ട് സ്തോത്രം. സമയം അനുവദിച്ച കർത്താവിന്റെ ദാസന് നന്ദി. തുടർന്ന് കർത്താവിന്റെ ദാസന്മാർ ശ്രേഷ്ഠകരമായ വചന ശുശ്രൂഷകൾ നിർവഹിക്കാനുണ്ടല്ലോ. ഇതിന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇത്രത്തോളം കേട്ട് നിന്ന ദൈവത്തിന്റെ ജനത്തിന് നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ക്രിസ്ത്യൻ മ്യൂസിഷ്യൻസ് ഫെലോഷിപ്പിന്റെ എല്ലാവിധമായ ആശ്വാസ വചനങ്ങളും പ്രിയ ഭവനത്തിന് കർത്താവ് നൽകട്ടെ. സകലവിധമായ അനുഗ്രഹങ്ങളും പ്രിയ കുടുംബത്തിന്, പ്രിയ കർത്താവിന്റെ ദാസന്മാർക്ക്, പ്രിയ കർത്താവിന്റെ ദാസിമാർക്ക്, ഈ സഭയ്ക്ക് ആ പിതാവ് കർത്താവിന്റെ ദാസൻ നഷ്ടപ്പെട്ടെങ്കിൽ ആ നഷ്ടപ്പെട്ട സ്ഥാനത്തേക്ക് ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്ന ചില പിതാക്കന്മാരെ ദൈവ സഭയ്ക്ക് കർത്താവ് നൽകാൻ പോകുകയാണ്. ഇത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഉറച്ചുള്ള ഒരു പ്രവചനമാണ്. ഇന്ന് രാത്രി നീ വിശ്വസിക്കൂ. അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. സഭയെ ദൈവം അഭിവൃദ്ധിയിലേക്ക് നടത്താൻ പോകുകയാണ്. ആമേൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. കർത്താവിന്റെ ദാസനെ പറ്റി നന്ദി. നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് തൊട്ടുണർത്തുന്ന നല്ലൊരു പാട്ട് കേൾക്കാനിടയായി. അല്പസമയം തൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുവാനിടയായി. സമയം 7 മണിയായി. എൻ്റെ